കേരളത്തിലെ യു ഡി എഫിൻ്റെ സാരഥി, യു ഡി എഫിൻ്റെ കൺവീനർ ശ്രീ ബെന്നി ബെഹനാനാണ് ഇന്ന് വ്യൂ പോയിൻറ്റിൽ അതിഥി. സ്വാഗതം സർ. നമ്മളൊരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ അഭിമുഖം നടത്തുന്നത്. രാജ്യ അതിർത്തിയിൽ സംഘർഷമുണ്ട്. രാജ്യാതിർത്തി കടന്ന് ഒരു വ്യോമാക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് രാജ്യത്ത് ആദ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത്. സൈന്യത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഒക്കെയുള്ള RSSൻ്റെ അജണ്ടയായി ഈ യുദ്ധപ്രഖ്യാപനത്തെയോ അല്ലെങ്കിൽ യുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന ആവശ്യമാണ് BJP ഉന്നയിച്ചത്. എങ്ങനെയാണ് UDF ഈ സാഹചര്യത്തെ കാണുന്നത്? ഞങ്ങൾ ഈ നടന്ന ഈ മിലിറ്ററി ഓപ്പറേഷനെ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്ത നേതാവിൽ ഒരാളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഇന്ത്യയിൽ അക്രമമുണ്ടാക്കുന്നതിനും തീവ്രവാദ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോഴും ശക്തമായി എതിർത്തിട്ടുണ്ട്. കാര്യം നമ്മുടെ സേനാവിഭാഗത്തിൻ്റെ ആത്മവീര്യം വളർത്തുന്നതിനും അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷതയ്ക്കും വേണ്ടി നടത്തിയ ഒരു പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ തയ്യാറാകരുത് എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അതിൻ്റെ പേരിൽ മോഡി നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് ഞങ്ങൾ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി നടന്ന ഈ ഒരു സേനാവിഭാഗത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം, അതായത് സേന നടത്തിയ നീക്കത്തെ അഭിനന്ദിക്കുന്നു, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സേന നടത്തുന്ന നീക്കങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് വിയോജിക്കുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ മുതിർന്നാൽ അതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ്? അതിൻ്റെ പേരിൽ ഇതെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, പ്രത്യേകിച്ചൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകണം. അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടുള്ള അതിൻ്റെ തലത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളെ രാഷ്ട്രീയ പാർട്ടി നടത്താൻ പറ്റുള്ളൂ. ഇതൊന്നും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനോ രാഷ്ട്രീയമായതൊരു മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഒരു രാജ്യദ്രോഹ കുറ്റമായി വിമർശിക്കാൻ കുറേ പേർ നിൽക്കുന്നു. അതല്ല, ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നു, ഗവൺമെൻറ് തെറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൽ രാജ്യത്തെ സേനാംഗങ്ങൾ നടത്തിയിട്ടുള്ള ശക്തമായ ഒരു പ്രതികരണമാണ്. അത് അതേ രീതിയിൽ കാണണം. ഒരു രാജ്യസ്നേഹത്തിൻ്റെ, രാജ്യത്തോടുള്ള കൂറിൻ്റെ അടിസ്ഥാനത്തിൽ കാണണം. അതിന് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഉണ്ടായ ഈ സാഹചര്യം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ റാഫേൽ അഴിമതി വിഷയം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കോൺഗ്രസ്. മറ്റ് നിരവധിയായ പ്രശ്നങ്ങൾ, ഇപ്പോൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന BJP അടക്കമുള്ള സംഘപരിവാര ശക്തികളെയും ഒരു പ്രതിരോധത്തിൽ നിർത്തുന്നൊരു അന്തരീക്ഷമുണ്ടായിരുന്നു. ആ അന്തരീക്ഷം മാറിയിട്ടുണ്ടോ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ? അത് ഇതും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെതിരെ, ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തമായ ചില ആരോപണങ്ങളുണ്ട്. അതിലൊന്നും ഈ നടന്ന ഒരു ഓപ്പറേഷനിലൂടെ അതിൻ്റെ പ്രാധാന്യമൊന്നും കുറഞ്ഞിട്ടില്ല. RSS, സംഘപരിവാർ, BJP, മോഡി കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഈ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയാകെ തകർന്നിരിക്കുന്നു, തൊഴിൽ മേഖലയാകെ തകർന്നിരിക്കുന്നു. രാജ്യത്ത് വർദ്ധിച്ചിരിക്കുന്ന ഒന്ന് മാത്രമേ, ബിൽറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ശ്രീ മോഡി പറഞ്ഞത്. ഒരു പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റാഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം ഒരു മറയാക്കി നീക്കാൻ BJP ശ്രമിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മൗഢ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാകില്ല എന്നതിൻ്റെ തെളിവായിരിക്കും ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ഇപ്പോൾ ശബരിമല കേരളത്തിലൊരു വലിയ വിഷയമായിരുന്നു. ഇന്നലെ ഇവിടെ കോഴിക്കോട്ട് വലിയൊരു സംഗമം, ഹിന്ദുത്വ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗവും കേരളത്തിലെ പ്രധാനപ്പെട്ട മഠങ്ങളിലെ അധിപന്മാരാണ്. അവർ പരസ്യമായി ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു സംരക്ഷണത്തിന് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരേണ്ട ആവശ്യമുണ്ടെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നൊരു സാഹചര്യം ഇന്നലെ നമ്മൾ കണ്ടു. അതിനെങ്ങനെയാണ് UDF കാണുന്നത്? ശബരിമല പ്രശ്നം അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ എന്നും കോൺഗ്രസ് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു. BJP അവിടെ നടത്തിയത് വർഗീയതയാണ്. വിശ്വാസത്തെ വർഗീയത കൊണ്ട് നേരിടാനാണ് അവർ ശ്രമിച്ചത്.
മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത് എന്താ? വിശ്വാസത്തെ അവിശ്വാസം കൊണ്ട് കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ വിശ്വാസത്തെ വർഗീയത കൊണ്ട് ശക്തിപ്പെടുത്താനും വിശ്വാസത്തെ അവിശ്വാസം കൊണ്ട് കീഴ്പ്പെടുത്താനും നടത്തിയ ശ്രമങ്ങൾക്കെതിരാണ് ഇന്നും കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും. ഇന്നലെ ഇവിടെ നടന്ന സമ്മേളനത്തിൽ ആരെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചു എന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അത് തകർക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് തകർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവോത്ഥാനം പറയുന്നു. എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവോത്ഥാനം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവോത്ഥാനത്തിൻ്റെ നമ്മൾ കണ്ടു, നരഹത്യ നടത്തി നവോത്ഥാനം നടത്തുക എന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടത്? അപ്പം നമ്മുടെ സംസ്ഥാനം ഇതിൽ നിന്നൊക്കെ അതീതമായി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് BJP ഇപ്പോൾ ശബരിമലയിൽ കാണിക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടി ശബരിമലയിൽ കാണിക്കുന്നതും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇത് ഇവർക്ക് തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. പിന്നെ ഏതെങ്കിലും അധിപന്മാർ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും പിന്നാലെ പോകാനുള്ള രാഷ്ട്രീയമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതിനൊന്നും ഒരു വെല്ലുവിളിയായി UDF കാണുന്നുമില്ല. ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അതിൻ്റെ സ്ട്രക്ചറിനെ വെല്ലുവിളിക്കാൻ വന്നാൽ അതിന് വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ കാണും. അത് ഞാൻ വെല്ലുവിളിയായി ഞങ്ങൾ ഏറ്റെടുക്കും. ഒരു സംശയവും കാര്യത്തിലില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ തിരിച്ചടിക്ക് കാരണമായി UDFൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളുടെ ചോർച്ച ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പോലൊരു ജില്ല എടുത്താൽ തൃശ്ശൂരിൽ പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന, സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ പോലും UDF തോറ്റു, കോൺഗ്രസ് തോറ്റു. അവിടെ നിന്ന് വോട്ട് പോയത് BJPയിലേക്കാണ് എന്നൊരു വിലയിരുത്തൽ അക്കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഈ ശബരിമലയെ മൂലധനമാക്കിക്കൊണ്ട് വർഗീയ ശക്തികൾ വോട്ട് സമാഹരിക്കാൻ ശ്രമം നടത്തുമ്പോൾ അത് കോൺഗ്രസിനും UDFനും നഷ്ടമുണ്ടാകും. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ് നഷ്ടമുണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, ഈ ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ഒട്ടേറെ സർവേ ഫലങ്ങൾ പുറത്തു വന്നത്. നമ്മൾ ആ നടന്ന സർവേ ഫലം പുറത്തു വന്നപ്പോൾ അതിനെ ശാസ്ത്രീയമായി വിലയിരുത്തുമ്പോൾ കണ്ടത് എന്താ? കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു. കാലാകാലങ്ങളിൽ BJPക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ച വോട്ടുകൾ അവർ കിട്ടാതിരിക്കുന്നു. അപ്പോൾ എന്താ? കോൺഗ്രസിനും UDFനും അനുകൂലമാണ് ഇവിടുത്തെ സാഹചര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടും എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പെരിയ ഇരട്ട കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലൊരു ഹർത്താൽ നടന്നു. യൂത്ത് കോൺഗ്രസ്സാണ് അത് ആഹ്വാനം നൽകിയത്. അത്തരമൊരു ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ അന്ന് കോൺഗ്രസോ UDFോ സന്നദ്ധമായില്ല. കാസർഗോഡ് UDF ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന വ്യാപകമായൊരു ഹർത്താൽ നടത്താൻ അന്ന് കോൺഗ്രസോ UDFോ സന്നദ്ധമായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത്? ഒരുപക്ഷെ ആ ഹർത്താൽ നടത്തിയിരുന്നുവെങ്കിൽ അത് ആവശ്യമുള്ള ഹർത്താലാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുമായിരുന്നൊരു സാഹചര്യമായിരുന്നില്ല. ഞങ്ങളെ ഹർത്താലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നുപെടുത്തുന്ന സമീപനമുണ്ട്. പ്രത്യേകിച്ച് ഒരു കോടതിയുടെ ഒരു വിധിയൊക്കെ നിന്ന പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി തീരുമാനമെടുക്കാൻ എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം കോൺഗ്രസിന് UDF തലത്തിലുണ്ടായത്. പക്ഷേ ഈ 2 കൊലപാതകം നടന്നപ്പോൾ അതിൻ്റെ പേരിൽ നിശബ്ദരായി നിൽക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് UDF കൂടി തീരുമാനിച്ചപ്പോൾ പ്രാദേശിക തലത്തിൽ കൊലപാതകം നടന്ന ജില്ലയിൽ UDFൻ്റെ ആഭ്യന്തര ഹർത്താൽ നടത്താൻ തീരുമാനം. യൂത്ത് കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും, ഞാൻ യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടത്തി ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല. കാര്യം അവരുടെ 2 സഹപ്രവർത്തകന്മാർ മരണപ്പെട്ട് ദാരുണമായി കൊലപ്പെടുത്തപ്പെട്ട സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി. അതിനൊരു കോൺഗ്രസ് എന്തുകൊണ്ട് എന്നില്ല, യൂത്ത് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് നേരത്തെ നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ പോലും ഹർത്താൽ നടത്താൻ പോയ പാർട്ടിയല്ല ഞങ്ങൾ. പക്ഷേ അന്നത്തെ ഹർത്താലിൽ മനസ്സുകൊണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനൊപ്പമായിരുന്നു. അന്നത്തെ ഹർത്താലിൽ മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രതികരണം വേണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഹർത്താലിന് പല സ്വഭാവങ്ങളുണ്ട്. അതിൻ്റെ അക്രമ സ്വഭാവത്തിലേക്കൊന്നും പോകാൻ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട കോടതി ഒരാഴ്ച മുമ്പാണ് ഹർത്താൽ നടത്തുന്ന ചില ക്രമീകരണം ഉണ്ടാക്കിയത്. അപ്പോൾ കോടതിയുടെ ഒരു വിധി, കോടതിയുടെ ഒരു നിരീക്ഷണം, കോടതിയുടെ ഒരു അഭിപ്രായം എന്ന സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള ഒരു ഞങ്ങളത് പ്രാദേശികമായി നടത്തിയിട്ട്. പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കോടതി അത് സ്വമേധയാ കേസെടുക്കുന്നു. ഡീൻ കുര്യാക്കോസ് കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നു. ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ സകല കുറ്റകൃത്യങ്ങളുടെയും പ്രതിപ്പട്ടികയിൽ ഡീൻ കുര്യാക്കോസിനെയും UDFൻ്റെ കാസർഗോഡ് ജില്ലാ കൺവീനറെയും ഉൾപ്പെടുത്തണം എന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ധാർമ്മികമായി ഡീനിനൊപ്പം നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ്. എല്ലാം കോടതി മുഖേന. ഇപ്പം ഡീൻ കുര്യാക്കോസ് കോടതിയിൽ പോയി, താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അന്തിമ വിധി വന്നിട്ടില്ല. പക്ഷേ
അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം അത് കോടതി നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിയമപരമായി യൂത്ത് കോൺഗ്രസ് നേരിടും. പക്ഷേ അന്തിമമായ വിധി വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, സംസ്ഥാന വ്യാപകമായി നടന്നൊരു ഹർത്താലിന് അന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ മുഴുവൻ ചെലവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വഹിക്കണം എന്ന് പറയുന്നൊരു സാഹചര്യം. അന്തിമവിധി വന്നിട്ടില്ല. അന്നുണ്ടായ ഹർത്താലിലെ എല്ലാ അക്രമങ്ങളുടെയും പ്രതിപ്പട്ടികയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ പേരുണ്ടാകുന്നൊരു സാഹചര്യം. ഈ നിയമ നടപടികൾ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം നമ്മൾ നിയമപരമായി തന്നെ പരിഹാരം കാണുന്നത്. നിയമ നടപടികൾക്ക് പരിഹാരം കാണുന്നത് നിയമപരമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള അതിന് പരിഹാരം കാണുന്നതിനും അതിന് ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങൾ ആലോചിക്കും. അതിൽ ഡീൻ കുര്യാക്കോസിന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, അത് നിയമപരമായിട്ടായിരിക്കും. നിയമപരമായിട്ട് ഒരു കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിനെ ഇപ്പോൾ ഇങ്ങനെ ഉൾപ്പെടുത്തുമെങ്കിൽ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അതിനെ മറികടക്കാൻ ഇന്ന് ഏത് സാഹചര്യത്തിൽ ഹർത്താലുണ്ടായി ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷ നടപടികൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ നിയമപരമായി തന്നെ പോരാട്ടം നടത്തും. ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഇത്തരം ചില പ്രതിഷേധങ്ങളൊക്കെ. സ്വാഭാവികം രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു പ്രതികരണം. ആ പ്രതികരണത്തിൽ കോടതികൾ ഇങ്ങനെ വളരെ സാങ്കേതികമായി ഞങ്ങൾ അന്ന് പറഞ്ഞ ഉത്തരവനുസരിച്ചല്ല ഹർത്താൽ ആഹ്വാനം ചെയ്തത് എന്ന് പറയുന്നൊരു സാഹചര്യം അത് എത്രത്തോളം ഭൂഷണം. അതിന് UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. ആ നിയമം വന്നില്ല. ഹർത്താലിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളെക്കുറിച്ചുമൊക്കെ സ്വാഭാവികമായി നിയമനിർമ്മാണം ഉണ്ടാകണം. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെടുന്നു. ആരോ ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ, അത്രയും ഗുരുതരമായൊരു സാഹചര്യം മുന്നിൽ നിൽക്കെ അതിനോട് പ്രതിഷേധിക്കണം, അതിനോട് പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു സംഘടന, അവരുടെ മുന്നിലേക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുടെ മുന്നിലേക്ക് കോടതി പറയുകയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ അത് ഉൾക്കൊള്ളേണ്ടത് താങ്കൾ പറഞ്ഞ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ആ ഒരു വികാരം ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതിയും തയ്യാറാകണം. ബഹുമാനപ്പെട്ട കോടതിയും ഇത്തരം കാര്യങ്ങളിൽ ഇതുണ്ടായത് ഇവിടെ ഏതെങ്കിലും മറ്റൊരു സംഭവത്തിൻ്റെ പേരിലല്ല. 2 ചെറുപ്പക്കാരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ഒരു പബ്ലിക് റിയാക്ഷനാണ്. അത്തരമൊരു റിയാക്ഷൻ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എല്ലാ കേസുകളും ഒരേ തലത്തിലല്ല നീങ്ങേണ്ടത്. അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അതിൻ്റെ സാഹചര്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തണം കോടതി. അത് കോടതിക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അത് കോടതി അഭിപ്രായം പറയേണ്ട കാര്യമാണ്. നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചറാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കണം. ഈ കേസിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് മുഴുവൻ നടന്ന അക്രമങ്ങളുടെ പട്ടികയും ഹാജരാക്കിയിരുന്നു ഡീൻ കുര്യാക്കോസിൻ്റെ കാര്യത്തിൽ. ഒരു വൈരനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ പറയാം. കോടതി പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യത്തുണ്ടാകുന്ന എല്ലാ കേസുകളും ഡീൻ കുര്യാക്കോസിനെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രാഷ്ട്രീയമായി അതിനെ ഡീൻ കുര്യാക്കോസിനെ ഇല്ലാതാക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നേരിടും. അത് കോടതിയല്ല, അതിനെ ഞങ്ങൾ സർക്കാരിൻ്റെ നീക്കത്തെ ശക്തമായി ഞങ്ങൾ നേരിടും. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, മുൻകാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും UDFന് സീറ്റ് വിഭജനം ഒരു സങ്കീർണമായ പ്രശ്നമായിരുന്നില്ല. കാരണം വെച്ചാൽ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കും, ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കും, കേരള കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കും, ഇതിനൊരു കൃത്യതയുണ്ടായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടൊരു ഘട്ടമാണ്. അത് UDF കൺവീനറെ സംബന്ധിച്ച് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞാണ്? ഒരു വെല്ലുവിളി അക്കാര്യത്തിലില്ല. താങ്കൾ പറഞ്ഞതുപോലെ നിർദ്ദേശമേ വന്നിട്ടുള്ളൂ. തീരുമാനം ഞങ്ങൾ എടുക്കും. UDFൻ്റെ ഒരു ചരിത്രത്തിൽ ഇത്രയും പെട്ടെന്ന് വേഗത്തിൽ ചർച്ച പുരോഗമിച്ചിട്ടുള്ള സമയം ഉണ്ടായില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്ന് ചില പാറ്റേണുണ്ട്. UDFിൽ തന്നെ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കവും ആ പാറ്റേണും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുമാനദണ്ഡം ആയി വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയുണ്ടാകുള്ളൂ. ആ പൊതുമാനദണ്ഡം ആരുണ്ടാക്കിയത്? കോൺഗ്രസ് മാത്രം ഉണ്ടാക്കിയതല്ല. അത് ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും അംഗീകരിച്ചിട്ടുള്ള ഒരു പൊതുമാനദണ്ഡമാണ്. ആ പൊതുമാനദണ്ഡത്തിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചർച്ച. അപ്പോൾ സ്വാഭാവികമായി അതിന് പരിഹാരം കാണും. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിനൊരു ലക്ഷ്യമുണ്ട്. അതായത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റക്കക്ഷിയാവുക എന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണം എന്നൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് ഘടകകക്ഷികളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗിന് നിലവിൽ നൽകുന്ന 2 സീറ്റിലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. കേരള കോൺഗ്രസിന് 1 സീറ്റ് എന്നുള്ളതിൽ അത് സ്വീകരിച്ചവർ UDFൻ്റെ ഭാഗമായി തുടരണം എന്നാണ്. ഇതിലപ്പുറം ഒന്നും കോൺഗ്രസിന് പറയാനില്ലല്ലോ. കോൺഗ്രസ് ആയിരിക്കണം ഒറ്റക്കക്ഷിയായിട്ടും ഏറ്റവും വലിയ കക്ഷിയായിരിക്കണം. അതിവിടുത്തെ ഐക്യജനാധിപത്യമുള്ള ഘടകകക്ഷികൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെപ്പോലും അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സീറ്റ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇത്തവണ RSPക്ക് കൊല്ലം സീറ്റ് കൊടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. RSPയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും MLAമാരുടെ എണ്ണത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണത്തിൽ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ, പാർട്ടിയുടെ വലിപ്പം വെച്ച് നോക്കിയാൽ പോലും RSPയുമായി താരതമ്യം ചെയ്താൽ വലിയ പാർട്ടികളാണ് ഇവർ രണ്ടും. അവർക്ക് അതർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്നൊരു പരാതി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നും പാർട്ടിയുടെ ചെറുപ്പവും വലിപ്പവും വെച്ചുകൊണ്ടല്ല തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് വേണം. അത് ഏത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടുത്തതാണ്. ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം, ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന വിശാലമായ ദേശീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത് മറ്റു മാനദണ്ഡമല്ല. ആ മാനദണ്ഡം അംഗീകരിക്കുന്നുണ്ട്, ലീഗ് അംഗീകരിക്കുന്നുണ്ട്, ആ മാനദണ്ഡം കേരള കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് കൂടുതൽ പരിഗണനകൾ എന്ന നിർദ്ദേശങ്ങളോ എന്ന വാഗ്ദാനങ്ങളോ അതൊന്നും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാനദണ്ഡങ്ങളും മറ്റൊരു അവകാശവാദം ഉന്നയിക്കാൻ ആരും തയ്യാറായിട്ടില്ല. പണ്ടും തയ്യാറായിട്ടില്ല, ഇപ്പം തയ്യാറായിട്ടില്ല. അത്തരം സമ്മർദ്ദങ്ങളൊന്നും കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ലല്ലോ. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ വിവേകം, രാഷ്ട്രീയ പക്വത കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായി മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഉണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ഈ കേരള കോൺഗ്രസിൻ്റെ കാര്യം അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മുന്നണിയിൽ നിന്ന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം മാത്രമല്ലല്ലോ പ്രശ്നം. കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒരു ഘടകമായുണ്ട്. രണ്ടാണല്ലോ, അത് രണ്ടാണ്. കേരള കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ച മുന്നണി ബന്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഏതെങ്കിലും പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആഭ്യന്തര പ്രശ്നം പരിഹരിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് കൊടുത്താൽ അവിടെ PJ ജോസഫ് മത്സരിച്ചാൽ ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണെങ്കിൽ അങ്ങനെ ആകട്ടെ. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെ. ആ പാർട്ടി തീരുമാനിക്കട്ടെ, അവർക്ക് തീരുമാനിക്കാൻ അധികാരമുണ്ടല്ലോ. ആത്യന്തികമായ ലക്ഷ്യം ജയമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ ജയിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ലക്ഷ്യം. അതിന് സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. PJ ജോസഫിനെ പോലൊരു സ്ഥാനാർത്ഥി കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുള്ളൊരു വ്യക്തി, അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കോട്ടയം കുറച്ചുകൂടി എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു തോന്നലുണ്ട്. കോട്ടയം സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസ് അല്ല, ഇപ്പോൾ അത് നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു UDFൻ്റെ കോട്ടയം പാർലമെൻറ്റ് നിയമസഭയുടെ കൺവെൻഷനിൽ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത രീതിയിൽ അന്ന് പ്രതിപക്ഷ നേതാവായി ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കോട്ടയം സീറ്റിൽ കോൺഗ്രസിനൊരു ക്ലെയിമില്ല, കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. അതുകൊണ്ട് ആ സീറ്റിൽ ആരെ തീരുമാനിക്കണം എന്നതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ആ സിറ്റീസ് UDFൻ്റെ മുന്നിൽ ആ സീറ്റ് കേരള കോൺഗ്രസ് സീറ്റാണ്. കേരള കോൺഗ്രസ് സീറ്റിൽ ആരെ തീരുമാനിക്കണം അവർ തീരുമാനിക്കും. പക്ഷേ അവിടെ മാണി വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസും മാണി വിഭാഗവും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം. ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ വിഭാഗമുള്ളൂ, കേരള കോൺഗ്രസ് വിഭാഗം. അല്ലെങ്കിൽ അപ്പുറത്തൊരു വിഭാഗം ഞങ്ങൾക്കില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുമാറി നിന്നപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ടാണ് അവരെ തിരിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് കോൺഗ്രസിന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ചില ചർച്ചകൾ നടന്നെങ്കിലും ആ കൊടുത്ത രാജ്യസഭാ സീറ്റ് അവർക്കും ക്ലെയിമുള്ളതാണ്. രണ്ടുപേർ റിട്ടയർ ചെയ്തു, ഒന്ന് കോൺഗ്രസിൻ്റെയും ഒന്ന് കേരള കോൺഗ്രസിൻ്റെയും. കോൺഗ്രസ് എപ്പോഴും വിശാലത കാണിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് അന്ന് കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഏക രാജ്യസഭാ മെമ്പറാണെന്ന് പോലും ആ ഒരു അഭ്യർത്ഥന വെച്ചു. കോൺഗ്രസ് അത് കൊണ്ടു. അപ്പുറത്തേക്ക് ഉള്ള ഏതെങ്കിലും വാക്കിൻ്റെയോ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവർക്കും അർഹതപ്പെട്ട ഒരു സീറ്റ് അവർ ചോദിച്ചു. സ്വാഭാവികമായും വലിയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ അകത്ത് ഔചിത്യം കാണിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഔചിത്യം. ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോൾ അന്ന് ശ്രീ PJ കുര്യൻ ആണ് പുറത്തേക്ക് പോകേണ്ടി വന്ന വ്യക്തി. അദ്ദേഹം അത് മാത്രമല്ല കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം നേതാക്കളൊക്കെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചു. അത്രയൊക്കെ അതൃപ്തി ഉണ്ടാക്കി ഈ സീറ്റ് കൊടുത്തിട്ട് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും തലവേദനയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും പ്രകടമായിട്ട് അതെന്നല്ലേ പറയുന്നില്ല. പക്ഷെ അതെല്ലാം പാർട്ടികൾക്ക് തീരുമാനം വന്നപ്പോൾ തീർന്നല്ലോ. അതൊക്കെ അവസാനിച്ചതൊക്കെ ക്ലോസ് ചാപ്റ്ററാണ്. അല്ല, അത് ക്ലോസ് ചാപ്റ്ററാണ്. പക്ഷേ കോൺഗ്രസ് അത്രയും തലവേദന സഹിച്ച് ഈ ഒരു സീറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും തലവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നതാണ്. തലവേദനയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുന്നണിക്കകത്ത് ആ മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടി എന്നറിയും സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ചില വിമർശനങ്ങളും ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും.
എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ആ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു ചർച്ചയുണ്ട്, അതായത് കൂടുതൽ സീറ്റിൽ വിജയിക്കണം, അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാവണം എന്നൊരു ചർച്ച നേരത്തെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നു. അത് മുതിർന്നവരാകാം, ചെറുപ്പക്കാരാകാം, വനിതകളാകാം, ആരുമാകാം. പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് ഇടുക്കിയിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു, VM സുധീറിൻ്റെ പേര് തൃശ്ശൂരേക്ക് പറഞ്ഞു കേട്ടിരുന്നു. ഇങ്ങനെ ഇവരൊക്കെ പക്ഷേ സ്ഥാനാർത്ഥികളായാൽ വിജയസാധ്യത കൂടുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അവർ സ്ഥാനാർത്ഥികളായാൽ അവർ സ്വാഭാവികമായിട്ടും അവരൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്, വിജയസാധ്യതയുള്ളവരാണ്. പക്ഷേ അവർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആത്യന്തികമായി കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു വ്യക്തി പാർലമെൻറ്റിൽ വേണമോ വേണ്ടയോ? ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിയല്ല. ഉമ്മൻചാണ്ടി പാർലമെൻറ്റിലേക്ക് വേണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന തീരുമാനം നടപ്പാക്കും. അതിനപ്പുറത്തേക്ക് അപ്പോൾ അത് ആ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ടാകും. അല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടി ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വന്നാൽ, ഏത് സീറ്റാണെങ്കിലും 20 സീറ്റിൽ ഏത് സീറ്റാണെങ്കിലും അത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യില്ലേ? അത് കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ലോ, കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യില്ലേ? പക്ഷെ അത്രയും ഉന്നതരായ നേതാക്കന്മാർ അദ്ദേഹത്തിന് ഇപ്പോൾ ദൗത്യം പാർട്ടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരിക്കണം എന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് ഘടകമല്ല. ഞാൻ വ്യക്തതയോടുകൂടി പറയുന്നു, അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് അവർ തീരുമാനിക്കും. ഞങ്ങൾ നിർദ്ദേശം കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡിസൈഡ്. താങ്കളുടെ പേരും ചാലക്കുടി മണ്ഡലത്തിലേക്ക് കേൾക്കുന്നു. ഞാൻ 82 ഞാൻ MLA ആയതാണ്. അന്നും തൊട്ട് ഇന്ന് വരെ ഞാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആഗ്രഹം പ്രയോഗിച്ച് നടക്കുന്ന വ്യക്തിയാണ്. എന്നെ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണന ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞാൻ പാർട്ടിയുടെ പിന്നാലെ പോകില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനിക്കും. വളരെയധികം നന്ദി.